ഫ്രണ്ട്സ്, SCERT സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ ന്യൂ SCERT ഗുരുത്വാകർഷണം എന്ന ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓൾഡ് SCERTയിൽ തന്നെ 9th സ്റ്റാൻഡേർഡ് 4th ലെസൺ ഓൾഡ് SCERT ഗുരുത്വാകർഷണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള എല്ലാ SCERT ലെസൺസിൻ്റെയും ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ടെലഗ്രാം ചാനലും വളരെ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻറ്റിൽ കാണും. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തേക്കുക. നമ്മുടെ ക്ലാസ്സിൻ്റെ PDF ഫയലുകളെല്ലാം SCERT ലെസൺസിൻ്റെ PDF ഫയലുകളും നമ്മുടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസും കമ്മ്യൂണിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലാണ് അവൈലബിൾ ആകുന്നത്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആ ഒരു ചാപ്റ്ററിൻ്റെ കുറേ പാർട്സൊക്കെ തന്നെയാണ്, കുറേ പോയിൻറ്റ്സൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. എങ്കിലും ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലെസൺ ഒന്നുകൂടി നമ്മൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ നമുക്കത് നല്ലൊരു റിവിഷൻ ആയിരിക്കും. അതുകൂടാതെ എക്സ്ട്രാ എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഗുരുത്വാകർഷണം എന്ന ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് പോയിൻറ്റ്സ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കുട്ടികളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളിലേക്ക് വരാം. ഇവിടെ പോയിന്റ് എന്താണ്? എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ ആകർഷിക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നുണ്ട്. അതിൻ്റെ ആകർഷണ ദിശ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? കേന്ദ്രത്തിലേക്കാണ്, ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. ഈ ആകർഷണ ബലത്തിനെയാണ് ഭൂഗുരുത്വ ആകർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് ഈ ഭൂഗുരുത്വ ആകർഷണ ബലം എന്ന് പറയുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നുണ്ട്. അതിൻ്റെ ആകർഷണ ദിശ എന്ന് പറയുന്നത് ഭൂകേന്ദ്രത്തിലേക്കാണ്. ഈ ആകർഷണ ബലത്തിനെയാണ് ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. ഇനി നമ്മളോട് ഒരു പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. ഒരു വസ്തു ഭൂമിയുടെ വിവിധ സ്ഥാനങ്ങളിലായിരിക്കുമ്പോഴുള്ള ആകർഷണ ബലമാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ടേബിളിൽ വസ്തുവിൻ്റെ മാസ് 100 കിലോഗ്രാം എന്നാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഭൗമ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആകർഷണ ബലവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുക? ഉപരിതലം, ഈ വസ്തു ഭൂമിയുടെ ഉപരിതലത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ആകർഷണ ബലം 980 ന്യൂട്ടൺ ആണ്. അതുപോലെ ഓരോ ഉയരം കൂട്ടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. 1 ലാക്ക് കൊടുത്തിട്ടുണ്ട്. 1 ലാക്ക് കൊടുത്തപ്പോൾ 1 ലാക്ക് മീറ്റർ ഉയരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ആകർഷണ ബലം എന്ന് പറയുന്നത് 950 ന്യൂട്ടൺ ആണ്. അതുപോലെ 10 ലാക്ക് കൊടുത്തിട്ടുണ്ട്. ആ സമയത്തേക്ക് വരുമ്പോൾ 10 ലാക്ക് ഉയരത്തിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10 ലാക്ക് മീറ്റർ ഉയരത്തിലേക്ക് വരുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം എന്താ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്? അതായത് ഉയരം കൂടുമ്പോൾ അല്ലെങ്കിൽ ഭൗമ ഉപരിതലത്തിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത് ആണല്ലോ. അതിൻ്റെ കൺക്ലൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അതുപോലെ വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ആകർഷണ ബലം കൂടുന്നു. മാസ് കൂടുമ്പോൾ ആകർഷണ ബലം കൂടുന്നു. എന്നാൽ വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതനുസരിച്ച് ആകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത്. മാസ് കൂടുമ്പോൾ ആകർഷണ ബലം കൂടുന്നു. അതുപോലെ വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതനുസരിച്ച് ആകർഷണ ബലം കുറയുകയുമാണ് ചെയ്യുന്നത്. ഓർത്തു വെക്കേണ്ട പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് താണു പത്മനാഭനെ കുറിച്ച് നോക്കാം. താണു പത്മനാഭൻ 1957 മുതൽ 2021 വരെ 2021 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ BScക്കും MScക്കും ഗോൾഡ് മെഡൽ ജേതാവായിരുന്നു. കോസ്മോളജി, ഗ്രാവിറ്റേഷൻ എന്നീ മേഖലകളിൽ മൗലികമായ സംഭാവനകൾ നൽകി. ന്യൂട്ടന്റെയും ഐൻസ്റ്റീൻ്റെയും ഗുരുത്വാകർഷണ സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാതൃക അവതരിപ്പിച്ചു. പത്മശ്രീ പുരസ്കാരം, അതുപോലെ കേരള ശാസ്ത്ര പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾക്ക് അദ്ദേഹം അർഹനായി. ഇദ്ദേഹത്തിന് കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് 2021 അപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം കേരള ശാസ്ത്ര പുരസ്കാരം പങ്കിട്ടത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനാണ്. ആ ഒരു പോയിന്റ് കൂടി ഓർത്തു വയ്ക്കുക കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ് ഡോൺ ഓഫ് സയൻസ് എന്നൊരു പുസ്തകം. DAWN ആണ് കേട്ടോ, DAWN, ഡോൺ ഓഫ് സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കൂടി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് താണു പത്മനാഭനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഇനിയും അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഭൂമിയിൽ ഉണ്ടാകുന്ന വേലിയേറ്റം, വേലിയിറക്കം എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാവുന്നതാണ്? ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രഭാവം കാരണമാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്. ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രഭാവം കാരണമാണ് എന്തുണ്ടാവുന്നത്? വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാവുന്നതെന്ന് ഓർത്തു വെക്കുക. ഇനിയും സാർവിക ഗുരുത്വാകർഷണ നിയമം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോയിന്റ് തന്നെയാണ്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്? പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പരസ്പര ആകർഷണത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു നിയമം ആദ്യമായി ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണ്. ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും F പ്രപ്പോർഷണൽ ടു m1 m2 പിന്നെന്താണ് അതിൻ്റെ അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. F പ്രപ്പോർഷണൽ ടു എന്താണ് അകലം എന്ന് പറയുമ്പോൾ ഡിയുടെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ആ ഇക്വേഷനെ എങ്ങനെ എഴുതാം? ഭൂമിയിലുള്ള രണ്ട് വസ്തുക്കൾ എടുക്കുകയാണ്, m1 മാസ് ഉള്ളതും m2 മാസ് ഉള്ളതും. അപ്പം ഇതിൻ്റെ മാസുകൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നോക്കൂ, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവയുടെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. അപ്പൊ നമുക്കതിനെ എങ്ങനെ എഴുതാം? F പ്രപ്പോർഷണൽ ടു m1 m2 ബൈ d സ്ക്വയർ എന്ന് എഴുതാം. ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് g എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. g m1 m2 ബൈ d സ്ക്വയർ എന്നായി. ഈ g എന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. യൂണിവേഴ്സിൽ എല്ലായിടത്തും ഒരുപോലെയാണ് ഈ ജിയുടെ മൂല്യം. ആ മൂല്യം എത്രയാണ്? 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്ന ഒരു ചെറിയ വാല്യൂ ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ ജിയുടെ മൂല്യം, ക്യാപിറ്റൽ ജിയുടെ മൂല്യം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. ഇനി 1 കിലോഗ്രാം മാസുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ 1 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം G ന്യൂട്ടൺ ആയിരിക്കുമല്ലോ. അതായത് നമുക്കറിയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? m1 m2 ബൈ d സ്ക്വയർ എന്ന ഇക്വേഷൻ പഠിച്ചു അല്ലേ? അപ്പോൾ 1 കിലോഗ്രാം മാസുള്ള രണ്ട് വസ്തുക്കൾ. അപ്പോൾ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് m2ന് പകരവും നമുക്ക് എന്തെഴുതാം? 1 എന്ന് എഴുതാം. m1ന് പകരവും നമുക്ക് 1 എന്ന് എഴുതാം ആണല്ലോ. m1 m2 എത്ര വീതമാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 1 കിലോഗ്രാം മാസുള്ള രണ്ട് വസ്തുക്കളാണ്. അപ്പോൾ G × 1 × 1 എന്ന് പറഞ്ഞു. ഇത് തമ്മിലുള്ള അകലം എത്രയാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിക്ക് പകരം നമുക്ക് എന്തെഴുതാം? ഡിക്ക് പകരം നമുക്ക് 1 എന്ന് എഴുതാമല്ലോ. ഡിക്ക് പകരം 1 എന്ന് എഴുതാം. 1 സ്ക്വയർ. അപ്പോൾ ഈ വണ്ണുകളെല്ലാം അത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 1 തന്നെയാണല്ലോ. G × 1 × 1 G ആണ്. ബൈ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ G തന്നെയാണ്. അതായത് 1 കിലോഗ്രാം മാസുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ 1 മീറ്റർ അകലം അങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എത്രയാണ്? G ന്യൂട്ടൺ ആണ്. G ന്യൂട്ടൺ ആണ്. ക്ലിയർ ആയല്ലോ? നമുക്കിവിടെ ഈ പട്ടിക വന്നിട്ടുണ്ട്. ഈ പട്ടിക അനുസരിച്ച് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിത് ഫില്ല് ചെയ്യുന്നില്ല. പകരം ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണിത്. അപ്പോൾ ഇതിൽ നോക്കിക്കോ, പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിയാക്കിയാൽ പരസ്പര ആകർഷണ ബലം എത്ര മടങ്ങാകും എന്നാണ് ചോദ്യം. അതിൽ G m1 m2 എന്നുള്ളതിൽ ഒന്നിൻ്റെ മാസ് നമ്മൾ ഇരട്ടിയാക്കുകയാണ്. എന്ന് വെച്ചാൽ × 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസറിലും എന്ത് ചെയ്യും? ഒരു ഡബിളിങ് വരും അല്ലേ? ഡബിളിങ് വരുമെന്ന് പറയുമ്പോൾ ആൻസറും 2 മടങ്ങാവും. പരസ്പര ആകർഷണ ബലം എന്ന് പറയുന്നത് എത്ര മടങ്ങായിട്ട് മാറും? 2 മടങ്ങായിട്ട് മാറും. ആ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് F = G m1 m2 ബൈ d സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ ഈ ആദ്യത്തെ ഒരു മാസിനെ നമ്മൾ ഡബിൾ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് 2 മടങ്ങാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിനെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആൻസറിൽ എന്ത് ചെയ്യും? 2 മടങ്ങായിട്ട് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഒരു വസ്തുവിൻ്റെ മാസ് 2 മടങ്ങും രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് 3 മടങ്ങും ആക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വസ്തുവിൻ്റെ മാസ് 2 മടങ്ങ്, രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് 3 മടങ്ങ്.
അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്ത് ചേഞ്ചാണ് വരിക? 3 into 2 6 ആവും അല്ലേ? അപ്പോൾ 6 മടങ്ങാവും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഇനി അടുത്തത്, വസ്തുക്കൾ തമ്മിലുള്ള അകലം 2 മടങ്ങാക്കിയാലോ? 2 മടങ്ങാക്കിയാൽ എന്ത് സംഭവിക്കും? വസ്തുക്കൾ തമ്മിലുള്ള അകലം 2 മടങ്ങാണ് ആക്കുന്നത്. ഓക്കെ, അതായത് M1 അകലമാണ്. ഡി എന്ത് ചെയ്യുന്നു? ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. ഡി ഇരട്ടിയാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് 4 മടങ്ങല്ലേ ആവുക. അതായത് നോക്കാം, നമുക്കൊന്ന് എഴുതി കാണിക്കാം. F is equal to G M1 M2 by D സ്ക്വയർ എന്നാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? വസ്തുക്കൾ തമ്മിലുള്ള അകലം 2 മടങ്ങാക്കുകയാണ്. അകലം എന്ന് പറയുമ്പോൾ D ആണ് 2 മടങ്ങാക്കട്ടെ എന്ന് പറയുമ്പം 2D സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 2D സ്ക്വയർ എന്ന് പറയുമ്പോൾ 2നും കൂടി ഈ സ്ക്വയർ ആപ്ലിക്കബിൾ ആയിട്ട് വരുമല്ലോ. അപ്പോൾ 4 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ അതിന് ആൻസർ എന്താണ് വരിക? ആൻസർ 4 മടങ്ങായിട്ട് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുക അല്ലേ? 4 മടങ്ങായിട്ട് റെഡ്യൂസ് ആവും. ഫോഴ്സ് 4ൽ 1 മാറും. ഓക്കെ, 1/4 എന്ന് വരില്ലേ? 1/4 G M1 M2 by D സ്ക്വയർ എന്ന് വരും അല്ലേ? 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 1/4. അപ്പോൾ എന്താണ് ആൻസർ? ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് 4ൽ 1 കുറയുകയാണ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത്, വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പകുതിയാക്കിയാൽ, അകലം പകുതിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ D സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പകുതിയാക്കുന്നു, ഹാഫ് ആക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? D/2 ഹോൾ സ്ക്വയർ എന്ന് വരുമല്ലോ. അപ്പോൾ ഇവിടെ D സ്ക്വയർ ബൈ 4 എന്നാവും അല്ലേ? D സ്ക്വയർ ബൈ 4 എന്നാകും ഇവിടെ. ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഡിവിഷൻ വരുന്ന 4 മേളിലേക്ക് പോകുമ്പം ഇൻറ്റു ചെയ്യാനാകും. അപ്പോൾ ആൻസർ എങ്ങനെയാണ്? 4 ഇരട്ടിയായിട്ട് മാറും. വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാൽ പരസ്പര ആകർഷണ ബലം 4 ഇരട്ടിയായിട്ട് മാറും. ഇനി വസ്തുക്കൾ തമ്മിലുള്ള അകലം 4ൽ 1 മാറ്റിയാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4ൽ 1 മാറ്റിയാൽ എന്താ സംഭവിക്കുക? 4ൽ 1 മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ 4നും സ്ക്വയർ വരും അല്ലേ? 4നും സ്ക്വയർ വരും. ഓക്കെ, 4ൽ 1 മാറ്റുകയാണ്. അപ്പോൾ ഇതിനും ഈ 4നും ഇവിടെ സ്ക്വയർ വരും. ഈ 4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 വരും. ഈ 16 മേളിലേക്ക് വരുമ്പോൾ എന്തായി? 16 മടങ്ങായിട്ട് ആകർഷണ ബലം ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വസ്തുക്കൾ തമ്മിലുള്ള അകലം 4ൽ 1 മാറ്റുകയാണെങ്കിൽ പരസ്പര ആകർഷണ ബലം 16 ഇരട്ടിയാവും. അതുപോലെ വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാണ് ആക്കുന്നതെങ്കിൽ 4 ഇരട്ടിയായിട്ട് മാറും. നിങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇക്വേഷൻ നമുക്കറിയാലോ. ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി ബാക്ക് പോയിട്ട് കണ്ടാൽ മതി. ഇനി കഴിഞ്ഞ ഗുരുത്വാകർഷണത്തിൻ്റെ ക്ലാസ്സിലും ഇതേ കാര്യങ്ങൾ, ഇതേ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമ്മൾ നോക്കുന്നത് ഗുരുത്വാകർഷണ ത്വരണത്തെക്കുറിച്ചാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂമിയും അതിൻ്റെ ഉപരിതലത്തിലുള്ള വസ്തുവും തമ്മിൽ ആകർഷണ ബലമുണ്ട് അല്ലേ? അത് വസ്തുക്കളുടെ മാസിനനുസരിച്ച് വ്യത്യാസപ്പെടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഭൂമിയുടെ ആകർഷണ ബലം കാരണമാണ് തെങ്ങിൽ നിന്നും ഞെട്ടറ്റ് പോയിട്ടുള്ള തേങ്ങ താഴോട്ട് വീഴുന്നതെന്ന്. അപ്പോൾ ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലം തേങ്ങയിൽ ത്വരണം ഉണ്ടാക്കുന്ന മൂലമാണ് അത് താഴേക്ക് പതിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് ഇതാണ്. ഭൂമിയും അതിൻ്റെ ഉപരിതലത്തിലുള്ള വസ്തുവും തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് വസ്തുക്കളുടെ മാസിനനുസരിച്ച് വ്യത്യാസപ്പെട്ട് ഇരിക്കും. ഓക്കെ, ഇനി എല്ലാ വസ്തുക്കളും ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് ആകർഷിക്കുന്നതെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം അനുസരിച്ച് F is equal to ma എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇവിടെ വസ്തുവിൻ്റെ മാസ് m ആണ്, അതുപോലെ ഫോഴ്സ് ആണ് F എന്ന് പറയുന്നത്. ന്യൂട്ടൻ്റെ ചലന നിയമപ്രകാരം F is equal to ma എന്നുള്ളതാണ് ആണല്ലോ. ഇനി നമുക്കിവിടെ ബോക്സിൽ തന്നിട്ടുള്ള കാര്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ത്വരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാവുന്ന ത്വരണം, ആക്സിലറേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത്. അതിനെ G എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഓക്കെ, ഇവിടെ F is equal to ma എന്ന് പറയുമ്പോൾ ഇവിടെ A എന്താണ്? ത്വരണമാണ്. പക്ഷെ ഇവിടെ G എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലത്താൽ വസ്തുക്കൾക്ക് ഉണ്ടാവുന്ന ത്വരണമാണ് എന്ത്? ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ G. ചുരുക്കി പറഞ്ഞാൽ എയും ജിയും ഒന്ന് തന്നെയാണ്. ഓക്കെ, A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ത്വരണമാണ്, G എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരാം.
നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ടിട്ട് 9th സ്റ്റാൻഡേർഡിലെ ലെസൺ നമ്മൾ പഠിച്ചില്ലേ, അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനെ കുറിച്ചാണ് ഇവിടെയും നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണ്? വസ്തുവിൻ്റെ മാസ് എം, സ്മോൾ ലെറ്റർ എം ആണ് വസ്തുവിൻ്റെ മാസ്. ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. ഭൂമിയുടെ ആരം ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് എന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഭൂഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ ഈ ക്യാപിറ്റൽ ലെറ്റർ ജി എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്ക് പകരം എന്തും എഴുതാം, ഏത് ആക്സിലറേഷൻ ത്വരണത്തിന് പകരം ഭൂഗുരുത്വാകർഷണം എഴുതാം, അങ്ങനെ എഴുതാം എന്ന് പറഞ്ഞു. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നതിന് പകരം നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എം ജി ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഇതിൽ നിന്ന് നമുക്ക് സ്മോൾ ലെറ്റർ എമ്മും ക്യാപിറ്റൽ ലെറ്റർ എം രണ്ട് സൈഡിലെയും സ്മോൾ ലെറ്റർ എം തമ്മിൽ ക്യാൻസൽ ആയി പോകുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വന്നു ഇക്വേഷൻ? ജി ഈക്വൽ ടു സ്മോൾ ലെറ്റർ ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്ന് വന്നു. ക്ലിയർ ആയോ? ഇവിടെ ജി എം ബൈ ആർ സ്ക്വയർ, എം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ മാസാണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അതായത് മറ്റൊരു വസ്തുവിൻ്റെ മാസം ഇവിടെ ഉൾപ്പെട്ടിട്ടില്ല. ഇവിടെ ജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് ജി എം ബൈ ആർ സ്ക്വയർ എന്ന ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. ക്ലിയർ ആയോ? വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഓക്കെ, അതായത് എത്ര ഉയരത്തിൽ നിന്ന് എത്ര മാസുള്ള വസ്തുക്കളാണ് നമ്മൾ ഇടുന്നതെങ്കിൽ രണ്ടും ഒരേ ഉയരത്തിൽ നിന്ന് ഒരേ സമയം പതിക്കുന്ന വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരേ സമയം തന്നെയാണ് തറയിൽ പതിക്കുക എന്നാണ് ഈ പറഞ്ഞു വന്നത്. ഒരേ ഉയരത്തിൽ നിന്ന് ഒരേ സമയം പതിക്കുന്ന വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരേ സമയം തന്നെ തറയിൽ പതിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. എന്താണ്? വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തിനെ ബാധിക്കുന്നില്ല എന്ന പോയിന്റാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ചോദ്യം കണ്ടോ, മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിക്കാൻ തുടങ്ങിയാൽ അവ ഒരുമിച്ച് താഴെ എത്തുമോ? താഴെ എത്തണം അല്ലേ, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യം അനുസരിച്ച് ഒരേ സമയത്ത് താഴെ എത്തണം. പക്ഷേ നമുക്ക് താഴെ എത്തുന്നില്ല. കാരണം എന്താണ്? നമ്മൾ വായു എന്ന മാധ്യമത്തിലൂടെ സഞ്ചരിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഘർഷണ ബലമൊക്കെ കാരണമാണ് എന്ത് ചെയ്യുന്നത്, അത് വ്യത്യസ്ത സമയങ്ങളിൽ താഴെ എത്തുന്നതായിട്ട് നമുക്ക് കാണുന്നത് അല്ലേ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു തൂവലും നാണയവും എക്സ്പെരിമെന്റ് പഠിച്ചില്ലേ, ഐസക് ന്യൂട്ടന്റെ, ആ കാര്യത്തിന്റെ ഒരു കണ്ടന്റ് തന്നെയാണ് ഈ ഭാഗത്തും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിലെന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ നോക്കണ്ടേ. തെങ്ങിലുള്ള തേങ്ങയിലേക്ക് ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം എങ്ങനെയാണ് അളക്കുന്നത് എന്നാണ്. അപ്പോൾ ഭൂകേന്ദ്രത്തിൽ നിന്ന് ഭൗമ ഉപരിതലത്തിലേക്കുള്ള ദൂരത്തോടൊപ്പം തെങ്ങിന്റെ ഉയരം കൂടി കണക്കാക്കണം അല്ലേ. ഇത് ഭൂമിയാണ്, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള ദൂരം, അതിനോടൊപ്പം ഇവിടെയാണ് തെങ്ങ് നിൽക്കുന്നത്. ഇത് തെങ്ങാണെങ്കിൽ ഈ തെങ്ങിൻ്റെ ഈ ഒരു ഉയരം കൂടി നമ്മൾ കണക്കാക്കണം അല്ലേ. തെങ്ങിൻ്റോട്ടുള്ള ഉപരിതലത്തിൽ നിന്ന് പിന്നീട് ഉപരിതലം വരെയുള്ള ദൂരം ഒന്ന്, അതുകൂടാതെ തെങ്ങിൻ്റെ ഉയരം കൂടി വേണം നമ്മൾ കണക്കാക്കാൻ. ഭൂകേന്ദ്രത്തിൽ നിന്ന് ഭൗമ ഉപരിതലത്തിലേക്കുള്ള ദൂരത്തോടൊപ്പം തെങ്ങിൻ്റെ ഉയരം കൂടി കണക്കാക്കണം. ഭൂമിയുടെ ആരം വളരെ വലുതായതിനാൽ ചെറിയ ഒരു ദൂരം കൂടി കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് ദൂരത്തിന്റെ മൂല്യത്തിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും സംഭവിക്കില്ല. ക്ലിയർ ആയോ പറഞ്ഞത് എന്താന്ന്? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ് ഇവിടെ കേട്ടോ. വായു ചെലുത്തുന്ന സ്വാധീനം കാരണമാണ് ഇപ്പം മാവിൻ്റെ ഇലയും അല്ലെങ്കിൽ മാങ്ങയും ഒന്നിച്ച് താഴേക്ക് വീഴില്ല, അല്ലെങ്കിൽ തൂവലും കടലാസും ഒരേ സമയം വീഴാത്തതിൻ്റെ കാര്യം അതാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. തൂവലും നാണയവും പരീക്ഷണം കണ്ടോ, ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്താണെന്നുള്ളത്. ഓക്കെ, ഐസക് ന്യൂട്ടൻ നടത്തിയിട്ടുള്ള പരീക്ഷണമാണിത്. അപ്പോൾ ഇതിൽ വായു ഉള്ള കുഴലിൽ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് നടത്തുന്നു. അതുപോലെ വായു ഒഴിവാക്കിയിട്ട് അവിടെ എക്സ്പെരിമെൻറ്റ് നടത്തുന്നു. വായു ഒഴിവാക്കിയ സമയത്ത് ആ ഒരു ട്യൂബിലൂടെ നടക്കുന്നത് രണ്ടും ഒരേ സമയമാണ് താഴേക്ക് പതിക്കുന്നത്. വായുവിൻ്റെ സാന്നിധ്യം കാരണമാണ് ഫസ്റ്റ് ട്യൂബിൽ രണ്ട് സമയത്ത് താഴേക്ക് പതിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഓർക്കുക. ഇനി നമുക്കിവിടെ ഭൂമിയുടെ ഒരു ചിത്രം തന്നിരിക്കുകയാണ്. ഭൂമിയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ ചോദ്യം, ഭൂമി യഥാർത്ഥത്തിൽ ഗോളാകൃതിയിലാണോ? ആണോ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ റിവിഷനായിട്ട് എടുക്കുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്കായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഭൂമി യഥാർത്ഥ ഗോളാകൃതിയാണോ? അല്ല, ജിയോയുടെ ആകൃതിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഏറ്റവും കൂടിയ ഭാഗം ഏതാണ്? നമുക്ക് ഈ ചിത്രം നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതാണ് ഭൂമിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ അകലം എങ്ങോട്ടാണ്? ധ്രുവ പ്രദേശത്തേക്കാണോ അതോ ഈ ഭൂമധ്യ രേഖാ പ്രദേശത്തേക്കാണോ? എങ്ങോട്ടാണ്?
ഏറ്റവും കൂടിയ ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂടിയത്? ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എങ്ങോട്ടാണ്? ചിത്രത്തിൽ തന്നെ നോക്കിയാൽ നമുക്കറിയാം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാണ് അല്ലേ. ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഏറ്റവും കൂടിയ ഭാഗം എന്ന് പറയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ അകലം കുറഞ്ഞത് എങ്ങോട്ടാണ്? ധ്രുവ പ്രദേശമാണ്. ഇനി ഭൂകേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള അകലം വ്യത്യാസപ്പെടുമ്പോൾ ജിയുടെ മൂല്യത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അതായത് ജി ഈക്വൽ ടു സ്മോൾ ലെറ്റർ ജി ഈക്വൽ ടു ക്യാപിറ്റൽ GM/r² എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതിലേക്ക് വരാം. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം എന്ന് പറയുന്നത് 9.78 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ജിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ/സെക്കൻഡ് ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം എന്ന് പറയുന്നത് 9.78 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ ധ്രുവ പ്രദേശത്താണെങ്കിൽ ജിയുടെ ഏകദേശ മൂല്യം എന്ന് പറയുന്നത് 9.83 മീറ്റർ/സെക്കൻഡ് ആണ്. ക്ലിയർ ആയോ? ഇനി ഇവിടുത്തെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? നമ്മൾ ഇത് വെച്ച് നോക്കിയാൽ നമുക്കറിയാം എവിടെയാണ് ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ. ധ്രുവ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.83 ആണ്. അതുപോലെ കുറവ് വരുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്, അവിടെ 9.78 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ എടുത്തിട്ടാണ് 9.8 മീറ്റർ/സെക്കൻഡ് എന്ന് പഠിക്കുന്നത്. ഓക്കെ, ജിയുടെ മൂല്യം ഏകദേശം ഒരു കോൺസ്റ്റന്റ് വാല്യൂ പോലെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. കോൺസ്റ്റന്റ് അല്ല, നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം കോൺസ്റ്റന്റ് അല്ലാന്ന്. എങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ 9.8 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? നമുക്ക് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എന്താണ്? ചന്ദ്രന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. M is equal to 7.34 into 10⁻22 kg എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ചന്ദ്രന്റെ ആരം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.74 into 10⁻6 മീറ്റർ എന്നാണ്. 1.74 into 10⁻6 മീറ്റർ. ഇനി ക്യാപിറ്റൽ ജിയുടെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ചെറിയൊരു വാല്യൂ ആണ് നമ്മൾ പറഞ്ഞു. 6.67 into 10⁻⁻11 ആണ്. 10⁻⁻11 ആണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ടിട്ട് GM/r² എന്ന ഇക്വേഷനിൽ ഇട്ടിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചന്ദ്രൻ്റെ ജിയുടെ മൂല്യം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 1.62 മീറ്റർ/സെക്കൻഡ് ആണ്. 1.62 മീറ്റർ/സെക്കൻഡ് ആണ് കിട്ടുക. അപ്പോൾ ഭൂമിയുടെ എത്രയാണ് നമ്മൾ പഠിച്ചത്? ഭൂമിയുടെ ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ/സെക്കൻഡ് ആണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചന്ദ്രനിലെ ത്വരണം എന്ന് പറയുന്നത് 1.62 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചേക്കാം, 1.62 മീറ്റർ/സെക്കൻഡ് എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ആണ്. ഓക്കെ, ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ഭാഗമാണ് ചന്ദ്രനിലെ ജിയുടെ മൂല്യം. ഇത് PYQ ആണ്, ഓർത്ത് വെച്ചേക്കാം, സെറ്റാക്കി വെച്ചേക്കാം. ഇനി അടുത്തത് തമോഗർത്തങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. പ്രകാശത്തിന് പോലും വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളാണ് തമോഗർത്തങ്ങൾ. ചോദ്യം വരാം. പ്രകാശത്തിന് പോലും വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളാണ് ഡാഷ് തമോഗർത്തങ്ങൾ. ഓക്കെ, ഇനി ഈ ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമോഗർത്തങ്ങളുടെ സാധ്യതയെക്കുറിച്ച് 1916 പ്രവചിച്ചിരുന്നു. എന്നാൽ ഇവയുടെ സാന്നിധ്യത്തിൽ ശരിയായ തെളിവുകൾ ലഭിച്ചത് 2017 M87 എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിൻ്റെ നിഴൽ ചിത്രം ശാസ്ത്രജ്ഞന്മാർക്ക് ദൃഷ്ടിക്കാനായി നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള ആകാശഗംഗ, ഓർത്തു വയ്ക്കുക, ആകാശഗംഗയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ തമോഗർത്തത്തെക്കുറിച്ച് തെളിവുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. സൂര്യൻ്റെ പല മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങളുടെ പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചിലത് തമോഗർത്തങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ഇത്തരം ധാരാളം തമോഗർത്തങ്ങൾ ഗാലക്സികളിൽ ഉണ്ട്.
അപ്പോൾ ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ തമോഗർത്തത്തിൻ്റെ ഡെഫിനിഷൻ മാത്രം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗർത്തം, പ്രകാശത്തിന് പോലും വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായിട്ടുള്ള ഗുരുത്വാകർഷണം ഉള്ള പ്രപഞ്ച വസ്തുക്കളാണ് തമോഗർത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മാസും ഭാരവുമാണ് പഠിക്കേണ്ടത്. മാസും വെയിറ്റും. ഓക്കെ, മാസ് അല്ലെങ്കിൽ പിണ്ഡം. എന്താണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. ഈ മാസ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഏത്? കോമൺ ബാലൻസ്. കോമൺ ബാലൻസ് എന്ന് പറയുന്നത് മാസ് അളക്കുന്ന ഒരു ഉപകരണമാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് മാസിനെ കുറിച്ച് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ്. ഇനി അടുത്തത്, ഭാരം എന്നത് ഒരു ബലമാണ്. ഭാരം എന്നത് ഒരു ബലമാണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു 60 കിലോ ഉണ്ടെങ്കിൽ എന്നിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് എൻ്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് വസ്തുവിൻ്റെ അവിടുത്തെ ഭാരം. അതായത് ഭൂമിയിൽ 60 കിലോ ഉള്ള ഒരാൾ ചന്ദ്രനിൽ പോകുമ്പോൾ അയാളുടെ ആ ഒരു ഭാരം വ്യത്യാസപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ഈ ചന്ദ്രനിലോ അല്ലോ മറ്റ് ആകാശഗോളങ്ങളിലോ മറ്റ് സെലസ്റ്റിയൽ ബോഡീസിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങളിൽ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് വസ്തുവിൻ്റെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മാസ് എം ആയാൽ ആ വസ്തുവിൻ്റെ ഭാരം mg എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ ആണ്. അത് ഏത് ആകാശഗോളമാണോ അവിടുത്തെ ജിയുടെ വാല്യൂ ആണ്. അപ്പോൾ ഭൂമിയാണെങ്കിൽ ഭൂമിയിലെ ജിയുടെ വാല്യൂ 9.8 ആണ്. ഇനി ചന്ദ്രനിലെ ജിയുടെ വാല്യൂ നമ്മൾ പഠിച്ചു. എത്രയാണ് ചന്ദ്രനിലെ ജിയുടെ വാല്യൂ? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആ ജി വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഒരാളുടെ ഭാരം വ്യത്യാസപ്പെടും. ഓക്കെ, ഒരാളുടെ ഭാരം വ്യത്യാസപ്പെടും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളൊക്കെ ഈ രണ്ട് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഭാരം അളക്കുന്നത്. സ്പ്രിംഗ് ബാലൻസ് കണ്ടോ, ഇവിടെ ചിത്രം കണ്ടോ? സ്പ്രിംഗ് ബാലൻസിൻ്റെ ചിത്രം കണ്ടോ? ഈ സ്പ്രിംഗ് ബാലൻസ് അതുപോലെ പ്ലാറ്റ്ഫോം ബാലൻസ്, ഇതിനെ പ്ലാറ്റ്ഫോം ബാലൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഉപകരണം. അപ്പോൾ സ്പ്രിംഗ് ബാലൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബാലൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭാരം അളക്കുന്നത്. ഭാരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇനി ഒരു സ്പ്രിംഗ് ബാലൻസ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് പിന്നിലുള്ള നിയമം ഏതാണെന്ന് വെച്ചാൽ ഹുക്സ് നിയമമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹുക്സ് നിയമമാണ് സ്പ്രിംഗ് ബാലൻസ് പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു നിയമം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരാം. കിലോഗ്രാം വെയിറ്റ്. നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ ആണ് ഭാരത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞു. യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ്. കിലോഗ്രാം വെയിറ്റ് ന്യൂട്ടനെ പോലെ തന്നെ കിലോഗ്രാം വെയിറ്റും ഭാരത്തിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പോൾ സ്പ്രിംഗ് ബാലൻസിൽ സാധാരണയായിട്ട് കിലോഗ്രാം വെയിറ്റിനെ kg എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം ഭാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, 1 കിലോഗ്രാം മാസ്സുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായിട്ടുള്ള ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം മാസ്സുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായിട്ടുള്ള ബലമാണ് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. അതായത് F = mg എന്ന് നമുക്ക് പറയാം ആണല്ലോ. ഇനി 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുമ്പോൾ 1 kg × 9.8 1 kg × 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ അതിന് 9.8 ന്യൂട്ടൺ എന്ന രീതിയിലേക്ക് വരും അല്ലേ? 9.8 ന്യൂട്ടൺ. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ് എന്ന് നമുക്ക് കിട്ടി. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. ക്ലിയർ ആയല്ലോ? അതായത് 50 കിലോഗ്രാം മാസ്സുള്ള വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് 50 കിലോഗ്രാം മാസ്സുള്ള വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ന്യൂട്ടണിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? ആ 50 കിലോഗ്രാമും പിന്നെ എന്ത് ചെയ്യണം? അതിനെ ജിയുടെ വാല്യൂ കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ 50 kg × 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അപ്പോൾ 490 ന്യൂട്ടൺ എന്ന് വരും. ഇനി ചന്ദ്രനിലാണെങ്കിലോ 50 kg × 1.62 എന്ന ജിയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണം ഇൻറ്റു ചെയ്യാൻ ചന്ദ്രനിലാണെങ്കിൽ. ഓക്കെ, ഭൂമിയിലാണെങ്കിൽ 50 kg × അവിടുത്തെ ജിയുടെ വാല്യൂ ആയിട്ടുള്ള 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അത്രയും എന്താണ് കിട്ടുക? ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒരു ടേബിളാക്കി തന്നിരിക്കുകയാണ്. മാസ് എന്ന് പറയുന്നത് കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. അതുപോലെ ഭാരം എന്ന് പറയുന്നത് സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. സ്പ്രിംഗ്
സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. മറ്റേത് കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. ഇനി നമുക്ക് നിർബാധ പതനവും ഭാരമില്ലായ്മയും ഫ്രീ ഫാളിനെ കുറിച്ചും വെയ്റ്റ്ലെസ്നെസ്സിനെ കുറിച്ചുമാണ് ഇനി നോക്കാനുള്ളത്. നിർബാധ പതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഈ ചലനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ചലനം അതിനെയാണ് എന്ത് പറയുക? നിർബാധ പതനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ചലനത്തെ നിർബാധ പതനം അല്ലെങ്കിൽ ഫ്രീ ഫോൾ എന്ന് നമുക്ക് പറയാം. ഇനി നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് എന്തുണ്ട്? നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണമുണ്ട്. ഓക്കെ, ഈ ത്വരണത്തിന് ആവശ്യമായിട്ടുള്ള ബലം നൽകുന്നത് എന്താണ്? ഗുരുത്വാകർഷണമാണ്. അപ്പൊ ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ ത്വരണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ വസ്തുവിന് ഭാരമുണ്ടാകില്ല എന്ന് പരീക്ഷണത്തിൽ കൂടി വ്യക്തമായില്ല. അത് നിർബാധം പതിക്കുന്ന ഒരു വസ്തുവിന്റെ ഭാരം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അത് എത്ര മാസമുള്ള വസ്തു ആണെങ്കിലും നിർബാധ പതനത്തിൽ വന്നിട്ടുള്ള ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി അടുത്തത് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷനെ കുറിച്ചാണ് പറയുന്നത്. സർക്കുലാർ മോഷൻ കണ്ടോ, ചിത്രത്തിൽ കാണാമല്ലോ. സർക്കുലാർ മോഷനിൽ ഒരു കുട്ടി ചരടിന്മേൽ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചുഴറ്റുകയാണ്. കണ്ടോ, ആ ഒരു വൃത്തപാത, ആ ഒരു കല്ലിന്റെ ചലനം ഒരു വൃത്തപാതയിലാണ്. അതൊരു വർത്തുള ചലനമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ഈ കല്ല് വൃത്തപാതയിൽ ഒരു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ സമവർത്തുള ചലനം എന്നുകൂടി പറയാം. ക്ലിയർ ആയോ? വർത്തുള ചലനം എന്താണ്, സമവർത്തുള ചലനം എന്താണെന്ന് ക്ലിയർ ആയി. അപ്പോൾ വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ മോഷനാണ്. അതായത് ചരടിന്മേൽ ഒരു കല്ല് കെട്ടിയിട്ട് ആ കുട്ടി ഇങ്ങനെ വട്ടത്തിൽ അതിനെ ചുഴറ്റുകയാണ്. അപ്പോൾ ആ ഒരു മോഷനാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഈ കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ സമവർത്തുള ചലനം എന്നാണ് പറയുന്നത്. സമവർത്തുള ചലനം. അഭികേന്ദ്ര ത്വരണം, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്, അഭികേന്ദ്ര ബലം എന്താണെന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. കണ്ടോ, വർത്തുള പാത എന്ന് പറയുമ്പോൾ സെന്ററിലേക്കാണ് അതിന്റെ അട്രാക്ഷൻ വരുന്നത് അല്ലേ? അപ്പൊ അഭികേന്ദ്ര ബലം, സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ്? വർത്തുള പാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. ഈ ത്വരണത്തിന് ആവശ്യമായിട്ടുള്ള ബലത്തിനെയാണ് എന്ത് പറയുക? അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും ഒക്കെ അഭികേന്ദ്രത്തിന് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അഭികേന്ദ്ര ബലത്തിന്റെ എക്സാമ്പിളുകളാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത്, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത്, അതുപോലെ ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നത്. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുള്ളത് അഭികേന്ദ്ര ബലത്തിന്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത്. അതായത് വാഹനത്തിൻ്റെ മാസും വേഗവും വളവിൻ്റെ വക്രതയും വാഹനം മറിയാനുള്ള പ്രവണതയെയും സ്വാധീനിക്കുന്നു. പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അഭികേന്ദ്ര ബലത്തിന്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിന്റെ പുറത്തേക്ക് മറിയാനുള്ള കാരണം. അപ്പോൾ ഈ വാഹനത്തിന്റെ മാസും വേഗവും വളവിന്റെ വക്രതയും അല്ലെങ്കിൽ വാഹനം മറിയാനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? വാഹനത്തിന്റെ മാസ്, വേഗം, അതുപോലെ വളവിന്റെ വക്രത എന്നീ കാര്യങ്ങൾ വാഹനം മറിയാനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി വളവ് തിരിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോഴൊരു വളവിന്റെ വക്രത എന്നൊക്കെ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഒരു വസ്തുവിന്റെ സഞ്ചാരപാത പൂർണ്ണവൃത്തമല്ലെങ്കിലും ഒരു ചാപം മാത്രമാണെങ്കിലും അതിനെ വൃത്തപാതയായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാലാണ് വളവുകൾ തിരിയുന്ന സന്ദർഭങ്ങളിൽ വാഹനങ്ങൾ വൃത്തപാതയിലാണ് എന്ന് പറയുന്നത്.
വാഹനങ്ങൾ നമ്മൾ തിരിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് അതിന് വൃത്തപാതയിലാണെന്ന് കണക്കാക്കാനുള്ള കാരണം എന്താണ്? ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാത പൂർണ്ണ വൃത്തമല്ലെങ്കിലും അതൊരു ആർക്കാണെങ്കിൽ കൂടിയിട്ടും അതിനെ ആയിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വളവുകൾ തിരിയുന്ന വാഹനങ്ങൾ എപ്പോഴും ഒരു വൃത്തപാതയിലാണ് എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത്. അതുപോലെ ഇതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വാഹനത്തിൻ്റെ വേഗം, മാസ്, അതുപോലെ ഈ വളവിൻ്റെ വക്രത, ഈ കാര്യങ്ങളൊക്കെയാണ് വാഹനം മറിയാനുള്ളൊരു പ്രവണതയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കേണ്ട ലെസൺ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾഡ് SCERT-യിൽ 9th സ്റ്റാൻഡേർഡിലെ തന്നെ ഒരു 4th ലെസൺ ഗുരുത്വാകർഷണം എന്ന ടോപ്പിക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. അതേ ഹെഡിങ്ങോട് കൂടി തന്നെ കിടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാത്തവർ അതും കൂടി കണ്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു SCERT പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൂടി വെച്ചിട്ടുണ്ട്. അതുപോലെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. ഇനി കുറച്ച് ഒരു SCERT പോർഷൻസ് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു റിവിഷൻ കൊടുക്കും. റിവിഷൻ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പം ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള SCERT പോർഷൻസ് വീണ്ടും റിവൈസ് ചെയ്തിട്ട് അതിലേക്ക് നല്ലൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ റിവിഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാലും ഒരു റിവിഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. റിവിഷൻ ചെയ്ത് അതങ്ങ് നമ്മളുടെ ഒരു സ്വന്തം ടോപ്പിക്കാക്കി മാറ്റി വയ്ക്കണം. എവിടെ നമ്മൾ കേട്ടാലും അതിനെക്കുറിച്ച് പറയാൻ നമ്മൾക്ക് അറിയുന്ന രീതിയിലാക്കി മാറ്റി വയ്ക്കണം. അപ്പോൾ അത്തരത്തിൽ റിവിഷൻ ചെയ്താണ് നമ്മൾ അങ്ങനെ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് പറയുന്നത് കേട്ടോ. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻറ്റിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങളാണുള്ളത്. നമ്മളുടെ ഈ ഒരു ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കമൻസ് ആണ് പറയാനുള്ള, അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയുള്ളൂ എങ്ങനെയാണ് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് പറയുന്നത്. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ യൂട്യൂബിൽ, അറിഞ്ഞാണല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.